നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഖി ലളിതാമ്മയോട് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, അമ്മ കരയാതെയൊക്കെ ഇരിക്കുകയെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ രാഖിയെ പുറത്തേക്ക് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് രാജീവൻ രാഖിയുടെ അടുക്കെ, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് നമ്മളറിയാതെ, അമ്മയെ നിൻ്റെ ചേട്ടന്മാരൊന്നും നോക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ രാഖി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല രാജീവേട്ട, അവർ നല്ലതുപോലെ നോക്കുന്നുണ്ട്. കൊച്ചേട്ടനും രാജീവേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നതാണ്. കൊച്ചേട്ടൻ പറയുന്നതൊന്നും രാജീവേട്ടനും വിശ്വസിക്കും, രാജീവേട്ടൻ പറയുന്നൊന്നും കേൾക്കാൻ കൊച്ചേട്ടനും തയ്യാറാവത്തില്ല എന്ന് പറയട്ടെ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല രാഖി, നിൻ്റെ കൊച്ചേട്ടൻ്റെ ചതി നമുക്ക് പറയാൻ പറ്റത്തില്ല, അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും, അയാൾ നീ വിചാരിക്കുമ്പോഴത്തെ ആളല്ല എന്ന് പറയും. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ രാജീവേട്ട, എന്തായാലും നമുക്കൊരു സമാധാനവും സ്വസ്ഥതയാണ് വേണ്ടത്, അല്ലാതെ വേറെ അല്ല എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നിൻ്റെ കൊച്ചേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതെന്ത് നമ്മൾ കണ്ടെത്തണമെന്ന് പറയും. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കൊന്നും വേണ്ട, എനിക്ക് രാജീവേട്ടനും കുട്ടികളും മതി, ഒന്ന് ചിരിക്ക് രാജീവേട്ട, മസിൽ പിടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് രാജേന്ദ്രനാണെങ്കിൽ ജയരാമൻ്റെ അടുക്ക പറയുന്നുണ്ട്, ദേ രാജീവനും അതുപോലെ രാഖിയും കൂടെ വന്നിട്ടുണ്ട്, നമ്മൾ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലോട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യമൊന്നും അവരറിയാനായിട്ട് പാടില്ല. രാജീവനും രാഖിയും ഇപ്പോൾ കോംപ്രമൈസ് ആയിരിക്കുകയാണ്, അവരെന്ത് വേണമെങ്കിലും ചെയ്യും, നമ്മുടെ പ്ലാനെല്ലാം അവർ പൊളിക്കാനും സാധ്യതയുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് ചായവും വന്നിട്ടുണ്ട് രാജീവനോടും രാഖിയോടും, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ ചെയ്യാൻ. വലിയേട്ടൻ്റെ കണ്ണ് എന്തായാലും ഉണ്ടാവണം രാജീവൻ്റെ പുറത്ത്, അവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എങ്ങനെയാണ് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ കൊച്ചേട്ടൻ വലിയേട്ടൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ മതി, അവൻ്റെ മേത്തൊരു കണ്ണ് വേണം, എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ പെരുത്തു വരും, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എല്ലാം കൊണ്ട് സൂക്ഷിക്കണം രാജ, കാര്യം നമ്മളെങ്ങാനും സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നെങ്ങാനും രാഖി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ചുമ്മാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് രാജീവൻ മിണ്ടാതിരിക്കത്തില്ല, അവൻ എന്തെങ്കിലും ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ ഓരോ നീക്കങ്ങളും നടത്താനെന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് രാജേന്ദ്രൻ പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ അതുപോലെ അങ്ങ് ചെയ്തോളാം, എൻ്റെ കൈ മെനക്കെടുത്തായിരുന്നാൽ അവർക്ക് കൊള്ളാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അമ്മയ്ക്ക് എന്തായാലും പെൺമക്കളോടൊരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്, ആ താല്പര്യം വച്ചു പൊറപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. എത്രയും പെട്ടെന്ന് ഈ വീടും സ്വത്തുക്കളും ഒക്കെ നമ്മുടേതാവണം, കല്യാണത്തിന് എല്ലാവർക്കും കൊടുത്തല്ലേ വിട്ടത്, ഇനി ആർക്കും ഒന്നും കൊടുക്കണ്ടെന്ന് പറയുന്നു. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ജയരാമൻ അകത്തേക്ക് കയറുമ്പോൾ രാജീവനെ കാണുന്നു. രാജീവനോട് ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് സംസാരിക്കാട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ വന്നു രാജീവ, ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഇവിടെ എല്ലാവർക്കും സന്തോഷമാവും എന്നൊക്കെ ജയരാമൻ പറയട്ടോ ചെയ്യുന്നത്. രാഖി എന്തെങ്കിലും ചോദിക്കുമ്പോൾ അമ്മയുടെ മുറിയിലാണെന്നും അവളവിടെ എന്തോ ഒരു ഡയറി കാണുന്നില്ല, അത് അലമാരി തപ്പിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന ജയരാമൻ അങ്ങ് ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. എന്ത് പറ്റി ചേട്ടാന്ന് രാജീവൻ ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് ജയരാമൻ രാഖിയുടെ അടുക്കിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ രാഖി, നീ എന്താ ഇവിടെ തപ്പുന്നതെന്ന് ചോദിക്കുന്നു. ഞാനൊരു ഡയറി തപ്പുക, ആ ഡയറി ഒന്നും ഇവിടെ ഇല്ല, ഞാൻ നോക്കിയതല്ലേ എന്ന് പറയുന്നു. അതെങ്ങനെ വലിയേട്ടൻ നോക്കും, രാഖിയുടെ ഡയറി പോയ കാര്യം ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത്, അല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോൺ നമ്പറുള്ള ഡയറി അത് ഇവിടെ കാണും, ഞാൻ നോക്കട്ടെ വലിയേട്ട, കുന്തം പോയ കുടത്തിലും തപ്പണമെന്നല്ലേ, വലിയേട്ടൻ ഇങ്ങോട്ട് മാറിക്കെന്ന് രാഖി പറഞ്ഞിട്ട് തപ്പ് കേട്ടോ ചെയ്യുന്നത്. ജയരാമൻ ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അമ്മയാണ് ഇവർക്ക് ഈ താക്കോലെടുത്ത് കൊടുത്തതെന്ന് ചോദിക്കുന്നു. അവിടെ ഏതോ ഡയറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തതാണെന്ന് പറയട്ടോ ചെയ്യുന്നത് ലളിതാമ്മ. എന്തിനാ അമ്മ എന്നോട് ചോദിക്കുക ഇതൊക്കെ ചെയ്തെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്നത് ജയരാമൻ. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, എന്തിനാ വലിയേട്ട ദേഷ്യപ്പെടുന്നത്, ഞാൻ എൻ്റെ ഡയറി നോക്കിയിട്ട് പോയില്ലേ, അല്ലാതെ ഞാൻ ഇവിടുന്ന് എന്തെടുത്തുകൊണ്ട് പോകാനാണെന്ന് ചോദിക്കുന്നു. ഇത്രയ്ക്ക് ബഹളം വെക്കാനായിട്ട് എന്താ വലിയേട്ട കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ജയരാമൻ പറയട്ടോ ചെയ്യുന്നത്, രാജീവൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. രാഖി, നമ്മളറിയാത്ത എന്തോ ഒരു സാധനം ഈ അലമാരിയിലുണ്ട്, അതുകൊണ്ട് മനഃപൂർവ്വമാണ് നമ്മളോട് ഈ അലമാരി നോക്കണ്ട എന്ന് പറയുന്നത്. രാഖി, നീ നല്ല രീതിയിലൊന്ന് തപ്പി നോക്ക്, എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട്, കള്ളത്തരം എന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും രാഖി അവിടെ തപ്പ് കേട്ടോ ചെയ്യുന്നത്. രാജീവൻ ആരാ ഇവിടുത്തെ കാര്യത്തിൽ തീരുമാനമെടുക്കാനെന്ന് ചോദിച്ചുകൊണ്ട് രാഖിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുക കേട്ടോ ചെയ്യുന്നത് ജയരാമൻ. അപ്പോൾ ഉടനെ ജയരാമൻ രണ്ട് കൈയും കൂട്ടിപ്പിടിക്കുക കേട്ടോ ചെയ്യുന്നത്. രാഖി, വേഗം തപ്പ്, എന്തോ ഒരു സംഭവം കള്ളത്തരം ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. അതേ രാജീവേട്ടാ നോക്കിക്കേന്നും പറയാം കേട്ടോ ചെയ്യുന്നത് രാഖി. അപ്പോഴത്തേക്കും തന്നെ രാജീവൻ്റെ കയ്യിലേക്ക് ആ മുദ്രപത്രം എടുത്തു വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അമ്മയുടെ ഒപ്പ് ഒടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബ്ലാങ്ക് മുദ്രപത്രമാണല്ലോ, ഇതിൽ അമ്മ എന്തിനാ ഒപ്പിട്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയരാമൻ ഇങ്ങനെ കള്ളം കൈയോടെ പിടികൊട്ടിയേണ്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവനും രാജനും കൂടെ പറഞ്ഞു ഏതോ ഒരു നമ്മുടെ ടൗണിലെ ഒരു പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്നതിനെ പറ്റി, അതിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കാനായിട്ടാണ് പറഞ്ഞത്, അങ്ങനെ ഞാൻ ഒപ്പിട്ടതാണെന്ന് പറയുന്നു. ഓഹോ, ഒരു ഒന്നും എഴുതാത്ത മുദ്രപത്രത്തിലാണോ ഇതൊക്കെ ഒപ്പിടുന്നത്, ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് മക്കളെ, ഇവരെന്തോ ചതി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. സ്വത്തുക്കളുടെ കാര്യമൊക്കെ ഇവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു എന്ന് പറയാം കേട്ടോ ചെയ്യുന്ന ലളിതമ്മ. അപ്പോൾ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനുള്ള പരിപാടിയല്ലേ, പെൺമക്കളോട് ആലോചിക്കാതെ, അത് കൊള്ളാമല്ലോ. ഇത്രയും വലിയൊരു ചതിയാണോ ജയരാമ നിങ്ങൾ ചെയ്തതെന്ന് ഉടനെ തന്നെ ലളിതാമ്മ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ആണെങ്കിൽ തന്നെ രാജീവൻ എന്തിനാ ഈ കാര്യത്തിലേക്ക് ഇടപെടുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത് രാജീവൻ. അപ്പോൾ ഉടനെ രാഖി പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണ്
രാജീവേട്ടൻ സംസാരിക്കുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇതെന്തായാലും വച്ച് പൊറപ്പിക്കാൻ സാധിക്കത്തില്ലെന്ന് രാജീവൻ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ ഒന്നും എഴുതാത്ത മുദ്രപത്രത്തിൽ അമ്മയുടെ ഒപ്പിട്ട് വെക്കുന്ന അത്ര നല്ല പരിപാടിയൊന്നുമല്ല. നിങ്ങളുടെ ചതി എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മുദ്രപത്രം അങ്ങ് നശിപ്പിച്ച് കളയാം. ഇനി ഈ മുദ്രപത്രം കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആ മുദ്രപത്രം കീറി എറിയാട്ടോ ചെയ്യുന്നത് രാജീവൻ. ഇത് കാണുന്ന രാഖി അതെന്തായാലും നല്ല രാഖി എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ജയരാമനാകെ ഞെട്ടിത്തരിച്ച് നിൽക്കാട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ചതി നടക്കില്ല എന്നും ഇനി ഇവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ കൂടെ അറിയുമെന്നും ഇനി രാഖിയുടെ ഭർത്താവായിട്ട് ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം ലളിതാമ്മയ്ക്ക് ഒരാപത്തും വരാതെ ഞാൻ നോക്കുമെന്ന് നോക്കുക അപ്പോൾ തുറന്നടിക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖിയും രാജീവനും തിരിച്ചു പോവാട്ടോ ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് രാഖി ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതിനു വേണ്ടി ഇത്ര വലിയ ദുരന്തമൊന്നും അവിടെ സംഭവിച്ചില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഖി പറയുന്നുണ്ട്, എന്തിനാ രാജീവായിട്ട് അപ്പോൾ വല്യേട്ടനുമായിട്ടും വഴക്കുണ്ടാക്കേണ്ട അവസ്ഥ വന്നു. ആരോടും വഴക്കുണ്ടാക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല എന്ന് പറയുന്നു. അവർ ചെയ്യുന്ന തോന്നിവാസങ്ങളൊന്നും നീ കാണുന്നില്ലേ രാഖി? നിൻ്റെ അമ്മയെ ഇനി കൊല്ലാൻ പോലും അവർ മടിക്കത്തില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാഖി പറഞ്ഞു, അങ്ങനെയൊന്നും അവർ ചെയ്യത്തില്ല. അവർക്ക് സ്വത്തുക്കളോടുള്ള ആർത്തി കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തായിരിക്കും. എനിക്കൊരു സ്വത്തും വേണ്ട, അവരെടുത്തോട്ടെ. അത് നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ വീട്ടുകാരോട് ഇനി രാജീവേട്ടൻ വഴക്കടിക്കാനോ തർക്കുത്തരം പറയാനോ ഒന്നും നിൽക്കരുത്. ഇനി അവരുമായിട്ട് പിണങ്ങാനും പാടില്ല. നിങ്ങളെല്ലാവരും സൗഹൃദത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു സ്വത്തും വേണ്ട. എനിക്ക് സ്വത്തായിട്ട് രാജീവേട്ടനും കുട്ടികളും ഉണ്ടല്ലോ. ഇനി അവരോട് ഒന്നിനും പോകത്തില്ല എന്നും അവരിങ്ങോട്ട് വന്നാൽ പോലും രാജീവേട്ടൻ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് സത്യം ചെയ്ത് തരാനായിട്ട് പറയുന്നു. അപ്പോൾ രാജീവൻ തുറന്നടിക്കാട്ടോ ചെയ്യുന്നത്, അത് ഞാൻ ഒരിക്കലും ചെയ്യാനായിട്ട് പോകുന്നില്ല രാഖി. നിന്നെ കല്യാണം കഴിച്ചത് മുതൽ ലളിതാമ്മ എൻ്റെ സ്വന്തം അമ്മയാണെന്നും നമ്മളിപ്പോൾ ഈ മുദ്രപത്രം നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് നിൻ്റെ അമ്മയുടെ ജീവൻ നിലനിൽക്കുമെന്നും നിൻ്റെ അമ്മ രക്ഷപ്പെടുമെന്നും പറയുന്നു. നിൻ്റെ അമ്മ മാനസികമായി തളർന്നാണ് വീണത്, അല്ലാതെ ശാരീരികമായി അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവരെ നിനക്ക് കൊല്ലാനാണോ ആഗ്രഹം? അവരുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അവർ തട്ടിയെടുക്കുന്ന നിമിഷം തന്നെ നിൻ്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാണ്. പിന്നെ നീ അറിയാൻ പോകുന്നത് നിൻ്റെ അമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയായിരിക്കുമെന്ന് രാജീവൻ തുറന്നടിക്കുന്നു. ഇത് കേൾക്കുന്ന രാഖിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. പിന്നീട് രാജേന്ദ്രൻ തിരിച്ചു വരുമ്പോൾ ജയരാമൻ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ കാര്യം. ജയരാമൻ പറയുന്നുണ്ട്, രാഖി അമ്മയുടെ മുറിയിൽ നിന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ എഴുതി വെച്ച ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ അത് അവൾ കണ്ടു എന്ന് പറയട്ടോ ചെയ്യുന്നത്. രാജീവനാണെങ്കിൽ അത് കയറി പിടിക്കുകയും അത് കയറിക്കളയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു മനുഷ്യ. ഇത്രയ്ക്ക് കഴിവ് കെട്ടവനാണോ എൻ്റെ ചേട്ടൻ? നിങ്ങൾക്ക് അവനെ തല്ലി പുറത്താകാറുന്നില്ലേ? പുറത്തുനിന്ന് വന്ന് ഒരുത്തം വന്ന് ഇത്രയൊക്കെ കാണിച്ചിട്ട് നിങ്ങളൊരു അക്ഷരം മിണ്ടാൻ നിന്നിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് ലളിതാമ്മയുടെ അടുക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളപ്പം മനഃപൂർവ്വമല്ലേ പെമ്മക്കളെ കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ആടി ഉലയാനായിട്ട് തുടങ്ങിയത്? ദേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ തള്ളയെ നിങ്ങളെ ഞാൻ കൊന്നുകളയും കേട്ടോ. അധികം നാൾ നിങ്ങൾ ശബ്ദിക്കത്തില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ജയരാമ നീയും കൂടെ നിൽക്കുവാണോ രാജൻ്റെ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് ലളിതാമ്മ. പിന്നെ അല്ലാതെ അമ്മ ഇങ്ങനെയൊക്കെ എന്തിനാണ് കാണിച്ചത്? ഞങ്ങൾ അമ്മയെ മര്യാദയ്ക്കല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നു ചോദിക്കാട്ടോ ചെയ്യുന്നത്. ഞങ്ങളെ പുതിയൊരു മുദ്രപത്രവുമായിട്ട് വരും, മര്യാദയ്ക്കല്ലേ ഒപ്പിട്ട് തന്നോണമെന്ന് പറയുന്നത്. ഈ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ പേരിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയും. പെമ്മക്കളോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് ലളിതാമ്മ തറപ്പിച്ച് പറയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യും, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്ക് അറിയാമെന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ നാവി ശബ്ദിക്കത്തില്ല എന്നും പിന്നെ പെങ്ങന്മാരെല്ലാം അറിയാൻ പോകുന്ന വാർത്ത എന്തായിരിക്കും നിന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. അവരുടെ ഒരു സ്നേഹം പെമ്മക്കളോട് ചാവാൻ നേരത്താണ് അവരുടെ സ്വത്തും കെട്ടിപ്പിടിച്ചൊരു കിടപ്പ്. വയ്യെങ്കിൽ എന്താ സ്വത്ത് വേണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ കുറേ ചെയ്ത് കൂട്ടിയതല്ലേ, അതിന് നിങ്ങളിപ്പോൾ ഇങ്ങനെയെങ്കിലും അനുഭവിച്ചോന്നും പറഞ്ഞുകൊണ്ട് കൊങ്ങായിക്ക് പിടിച്ച് കൊല്ലാനായിട്ട് പോവാട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും ജയരാമൻ പിടിച്ചു മാറ്റാട്ടോ ചെയ്യുന്നത്. രാജ നീ ഇങ്ങോട്ട് വന്നേ, അബദ്ധങ്ങളൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നു. നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നമ്മളെല്ലാ വഴികളും അടച്ചതിന് ശേഷം മാത്രമേ പുതിയ മുദ്രപത്രം എഴുതുന്നതിനെപ്പറ്റി ചിന്തിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ രാജീവൻ ഇതിൽ ഇടപെടും. ഒപ്പിടിപ്പിച്ച് മേടിച്ചാൽ പോലും രാജീവൻ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കില്ല. രാജീവൻ ഇടപെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടു വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ രാജീവനെ ഒതുക്കണം, നീ പറഞ്ഞതുപോലെ. അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറയട്ടോ ചെയ്യുന്നത്. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് രാജേന്ദ്രൻ പറയട്ടോ ചെയ്യുന്നത്. അവനെ ഞാൻ ഒതുക്കിയിരിക്കുമെന്ന് രാജേന്ദ്രൻ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്ന് ജയരാമൻ പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് അവസാനിക്കുന്നത്.